എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പൂച്ച കുഞ്ഞിനെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണോ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സംശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വ്യാകുലതകളും ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണോ? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ പ്രയാസങ്ങളെക്കുറിച്ചാണോ? നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് അതിനെക്കുറിച്ച് ആണോ, അല്ലെങ്കിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും കുറിച്ചാണോ എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ സ്നേഹം നിങ്ങളിലേക്ക് കൃത്യമായി അറിയിക്കുന്നതിന് ആ വ്യക്തിക്ക് പരാജയമുണ്ട്. ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല. പലപ്പോഴും ആ വ്യക്തി തകർന്ന് തരിപ്പണമായി പോകുന്നത് തൻ്റെ മനസ്സിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഏറ്റവും തീക്ഷ്ണതയുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ജീവിതത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു സന്നാഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ മാത്രമാണോ സ്നേഹിക്കുന്നത്? അല്ലാതെ നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹമുണ്ടോ ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. എനിക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്നേഹം കുറയുന്നതിൻ്റെ കാരണം ആ വ്യക്തിയുടെ സ്നേഹം മറ്റ് ഇടത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയവും നിങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമായിട്ട് പറയാൻ കഴിയുന്നത് ആ വ്യക്തി ഒരുപാട് പേരായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മനസ്സ് നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ മറ്റാർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിലെ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് വേണ്ടി മാത്രം നൽകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. എപ്പോഴും ആ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ വ്യക്തി നൽകുന്നതും. ഒരുപക്ഷെ ആ വ്യക്തിയുടെ കരിയർ, ജോലിത്തിരക്ക്, ആ വ്യക്തിയുടെ നിലപാടുകൾ, ആ വ്യക്തി ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അതൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നെ അല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. നിങ്ങളെ അല്ലാതെ ആരെയും സ്നേഹിക്കാനോ ആരെയും ഇഷ്ടപ്പെടാനോ ആ വ്യക്തിക്ക് സാധിക്കില്ല. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. മറ്റാരെയും കുറിച്ച് ചിന്തിക്കാനോ മറ്റാരെയും കുറിച്ച് പറയാനോ ഒന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നെന്നും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അതിനല്ലാതെ മറ്റൊന്നിനും സാധിക്കുകയുമില്ല. നിങ്ങളെല്ലാതെ ആരെയും ഉൾക്കൊള്ളാനും കഴിയില്ല. അതായിട്ട് വണ്ട് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല. പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചതും നിങ്ങളോട് പറഞ്ഞതും നിങ്ങൾ പോലും തെറ്റിദ്ധരിച്ചാണ് എടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ്, ഇഷ്ടമാണ്. നിങ്ങളെ കൂടാതെ ഒന്നിനും പ്രവർത്തിക്കുന്നതിനൊന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുമില്ല. എന്നെന്നും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ സംസാരമോ പെരുമാറ്റമോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാകാം. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാകാം. മാത്രമല്ല ആ വ്യക്തി നല്ലതാണോ എന്നോ ആ വ്യക്തി മൂല്യമുള്ളതാണോ എന്നോ ഉള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം നിങ്ങളിലുണ്ടായി കാണണമെന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എത്ര പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട്, ആ പ്രതിസന്ധികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തനിക്ക് പോകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളെ ബാധിച്ചാൽ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഊർജ്ജമാണ്. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ വ്യക്തി ഇരട്ടി സന്തോഷത്തിൽ ജീവിക്കും. ആ ഒരു സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ്. എത്ര പ്രതിസന്ധികൾ ആ വ്യക്തിക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയില്ല. പക്ഷേ
എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു നിലപാട് മാത്രമേ ആ വ്യക്തി സ്വീകരിച്ചിട്ടുള്ളൂ. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ, ഒരുപാട് അതിജീവനങ്ങളിലൂടെ ആ വ്യക്തി കടന്നു വന്നു. ആ വ്യക്തിയുടെ ആ അതിജീവനങ്ങളും ആ വ്യക്തിയുടെ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യലുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങളും കണ്ടിരിക്കാം. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം ഒരുപാട് ആ വ്യക്തി തൻ്റെ മനസ്സിൽ കരുതി വെച്ചിരുന്നു, മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുത്തു വെച്ചിരുന്നു. അതിൻ്റെ ഒരു ആഴം നിങ്ങളിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളിപ്പോഴും അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ഇഷ്ടപ്പെടുമായിരുന്നു, ആ വ്യക്തിയെ തന്നെ സ്നേഹിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റുന്ന ചില ആളുകൾ നിങ്ങൾക്ക് തെറ്റായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ തെറ്റായ ഉപദേശങ്ങൾ നിമിത്തം നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തിയെ സ്നേഹിക്കാനും കഴിഞ്ഞില്ല, മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. കൂടാതെ ആ വ്യക്തി ശരിയാണോ എന്ന് പോലും നിങ്ങളൊരു ഘട്ടത്തിൽ സംശയിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ല. അത്രത്തോളം തീക്ഷ്ണമായ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.